വെൽക്കം ടു ഡോക്ക് ആൻഡ് ടെക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് DJI എന്ന കമ്പനിയുടെ ഓസ്മോ മൊബൈൽ 3 എന്ന ഗിംബലാണ്. മൊബൈൽ ഫോണിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗിംബലാണ് DJI ഓസ്മോ മൊബൈൽ 3. ഇത്തരം ഗിംബലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇളക്കോ ഷെയ്ക്കോ ഒന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റി വീഡിയോസ് കിട്ടാൻ വേണ്ടിയാണ്. ആദ്യമായിട്ട് നമുക്ക് പാക്കേജിലെ കണ്ടൻസ് നോക്കാം. ഓസ്മോ മൊബൈൽ 3 ഗിംബൽ, ഒരു ടൈപ്പ് 3 കേബിൾ ഫോർ ചാർജിങ്, ഒരു റിസ്റ്റ് ടാഗ്, ക്യാരിയും പൗച്ച്, പ്രൊഡക്റ്റ് കാറ്റലോഗ്സ്, ഇത്തിരി റബ്ബർ സ്റ്റോപ്പേഴ്സ്. ഈ ഒരു ഫോൾഡബിൾ ഡിസൈൻ കൊടുത്തതുകൊണ്ട് കയ്യിൽ ഒതുങ്ങുന്ന ഒരു സൈസിലേക്ക് കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു സൈസാണ് വരുന്നത്. വെറും 405 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഒരു റബ്ബർ ലെയറൊക്കെ ആഡ് ചെയ്ത് ഇത്തിരി എർഗണോമിക് ഗ്രിപ്പ് തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ ഹാൻഡഡ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ എത്ര നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വല്ലാണ്ട് സ്ട്രെസ്സ് വരില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ കൈകൾക്കുള്ള മൂവ്മെൻറ്റ്സ് ക്യാമറയെ ബാധിക്കാത്ത രീതിയിൽ സ്റ്റേബിളായി നിർത്താൻ ഈ ഗിംബലുകൾക്ക് സാധിക്കും. ഇത്തരത്തിൽ ഗിംബൽ വെച്ചും ഗിംബൽ ഇല്ലാതെയും ഷൂട്ട് ചെയ്ത ഒരു ഫൂട്ടേജ് നമുക്ക് കാണാം. ആക്റ്റീവ് ട്രാക്കിംഗ് DJI ഓസ്മോ മൊബൈൽ 3 ഗിംബലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഗിംബൽ ട്രേസ് ചെയ്ത് ക്യാമറ ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ ഈ ഒരു ഗിംബൽ ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നല്ലൊരു സ്മൂത്ത് ഫൂട്ടേജ് കിട്ടാൻ ഈ ഒരു ഫീച്ചർ നമ്മളെ സഹായിക്കും. നമുക്ക് കാണാം, ജസ്റ്റ് ഒരു മൊബൈൽ ഫോണിൻ്റെ സൈസ് മാത്രമാണ് ഇത് ഫോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഉള്ളത്. ഇത് ജസ്റ്റ് അൺഫോൾഡ് ചെയ്യുക, എന്നിട്ട് മൊബൈൽ ഫോൺ ഹോൾഡറിനകത്തേക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വെക്കാം. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഏത് ഡയറക്ഷനിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അതിനകത്ത് കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്. ആ ഒരു ഡയറക്ഷനിലേക്ക് വേണം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഫേസ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഗിംബൽ ഓണാക്കി കഴിഞ്ഞാൽ ഗിംബൽ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് പോകും. നമുക്ക് ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും മോഡ് വെവ്വേറെ ചെയ്യാനും പറ്റും. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള DJI മിമോ ആപ്പ് മുഖേനയാണ് നമുക്ക് നമ്മുടെ ഫോണും ഗിംബലും തമ്മിൽ കണക്ഷൻ വരുന്നത്. ജസ്റ്റ് ബ്ലൂടൂത്ത് കണക്ഷനാണ് ഇവ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്യാമറയ്ക്ക് വേണ്ട എല്ലാ സെറ്റിങ്സും ഈ ഒരു ആപ്പിനകത്ത് തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റർ കൺട്രോളുകൾ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനും ഫോളോ മോഡ് ഓണാക്കാനും സാധിക്കും. ഇതും ഈ ഒരു ഗിംബലിൻ്റെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് പ്രൊഡക്റ്റിനെ പരിചയപ്പെടാം. ഫ്രണ്ട് സൈഡിലായിട്ട് ജോയ്സ്റ്റിക്കും 2 ബട്ടനുമാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലായി ഒരു സ്ലൈഡിംഗ് സ്വിച്ച് ഉണ്ട്. വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ USB ടൈപ്പ് C പോർട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഗിംബൽ ചാർജ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു USB ഔട്ട് ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് പവർ ബാങ്കായി യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. താഴ്ഭാഗത്തായി യൂണിവേഴ്സൽ സ്ക്രൂ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രൈപോഡിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ ഈ ഒരു സോക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഗിംബലിൻ്റെ പുറകുവശത്തായിട്ടാണ് ട്രിഗർ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ഓരോ സ്വിച്ചിനും അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ വീഡിയോ ഷൂട്ടിംഗ് എളുപ്പമാക്കാനും കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി ഓരോ സ്വിച്ചിനും അതിൻ്റേതായ ഷോർട്ട് കട്ട്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബട്ടൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഗിംബൽ ഓഫായിരിക്കുന്ന സമയത്ത് നമ്മളുടെ ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിംബലിൻ്റെ ബാറ്ററി സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഓണായിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഫോട്ടോ വീഡിയോ മോഡ്സ് പരസ്പരം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു തവണ പ്രസ് ചെയ്യേണ്ടത്.
ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് മോഡുകൾ തമ്മിൽ മാറ്റാൻ വേണ്ടി എം ബട്ടൺ 2 തവണ പ്രസ് ചെയ്താൽ മതിയാവും. നമ്മൾ 3 തവണയാണ് എം ബട്ടൺ പ്രസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഗിംബൽ സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് പോകും. മൊബൈൽ ഫോൺ ക്യാമറ റൊട്ടേഷൻസിന് വേണ്ടി ജോയ്സ്റ്റിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യലും സ്റ്റോപ്പ് ചെയ്യലുമാണ് റെക്കോർഡിംഗ് ബട്ടൻ്റെ ഫങ്ഷൻ. ഫോണിൽ തൊടാതെ തന്നെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സൈഡിലുള്ള ഇടതുവശത്തുള്ള സ്ലൈഡ് സ്വിച്ച് നമ്മളെ സഹായിക്കും. എം ബട്ടൺ പോലെ തന്നെ ട്രിഗർ ബട്ടണും ഒരുപാട് ഫങ്ഷൻസ് കമ്പനി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ക്യാമറകൾ തമ്മിൽ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത്. സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിംബൽ റീസെൻറ്റർ ചെയ്യാൻ യൂസ് ചെയ്യാം. ഗിംബൽ ചാർജ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് സി പോർട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സാമാന്യം തരക്കേടില്ലാത്ത ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഗിംബലിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് ഷൂട്ടിങ്ങിനിടയിൽ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു USB ഔട്ട് വഴി നമുക്ക് ഒരു പവർ ബാങ്കിൻ്റെ ഫങ്ഷൻ കൂടെ ഈ ഒരു ഗിംബൽ നമുക്ക് തരുന്നുണ്ട്. സ്റ്റാൻഡ് ബൈ മോഡിൽ ആക്കിയതിന് ശേഷം നമുക്ക് ഗിംബലിൽ നിന്ന് ഫോൺ റിമൂവ് ചെയ്യാതെ തന്നെ ഫോണിൽ എടുത്ത ഫൂട്ടേജസ് ചെക്ക് ചെയ്യാനും ഫോണിലെ മറ്റു കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും സാധിക്കും. പെട്ടെന്നൊരു മഴയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഗിംബലിൽ നിന്ന് ഫോൺ വലിച്ചു വരേണ്ട കാര്യമില്ല. ജസ്റ്റ് സ്റ്റാൻഡ് ബൈ മോഡിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ക്യാമറ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ ഹൈപ്പർ ലാപ്സ്, ടൈം ലാപ്സ്, വീഡിയോ, ഫോട്ടോ, പനോരമ, പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി മോഡും അവൈലബിൾ ആണ്. ചില ബട്ടൺസിൻ്റെ ഫങ്ഷൻ റീമാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ സെറ്റിങ്സിലുണ്ട്. അതുപോലെ തന്നെ റെസൊല്യൂഷന് 1080p പിന്നെ 720p അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. മാക്സിമം റെസൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഈ ഗിംബൽ വെച്ച് ഷൂട്ട് ചെയ്ത 1-2 ഫൂട്ടേജസ് നിങ്ങളെ കാണിച്ചുകൊണ്ട് ഈ ഒരു ട്യൂട്ടോറിയൽ നമുക്ക് അവസാനിപ്പിക്കാം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗിംബൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബിഗിനേഴ്സായ നമ്മളെപ്പോലെയുള്ള യൂട്യൂബേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഓസ്മോ മൊബൈൽ 3 ഗിംബൽ. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു ഗിംബലിൻ്റെ സഹായത്തോടെ നമുക്ക് സാധിക്കും. ഏകദേശം 8500 രൂപയോളമാണ് ഈ ഒരു ഗിംബലിന് പ്രൈസ് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഡോക്ക് ആൻഡ് ടെക്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.